OnePlusന്റെ നോട്ട് ബഡ്സ് ഫ്ലിപ്കാർട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ, അതായത് മെയ് 10 മുതൽ ഫസ്റ്റ് സെയിലിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. അതിനെ പറയാം, ഇതൊരു അൺബോക്സിംഗ് അല്ല കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഇയർബഡുകൾ ലഭ്യമാകുന്നത്. ഏതിനാണെങ്കിലും 2799 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ബ്ലൂ അവൈലബിൾ അല്ല, ബ്ലാക്കും വൈറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലൂ വാങ്ങിക്കാൻ നോക്കുന്നതിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഈ 2799 രൂപ തന്നെയായിരിക്കും അതിന്റെ നോർമൽ റേറ്റ്. സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി കേസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ബൾക്കി അല്ലെങ്കിൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റ് ഫിനിഷ്ഡ് ആണ്, നമ്മൾ ഫോട്ടോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് OnePlusന്റെ ലോഗോയും കൂടാതെ മുന്നിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, പിറകിൽ ഒരു ടൈപ്പ് സി പോർട്ടും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 480 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 480 mAh നമുക്ക് 30 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എത്ര മണിക്കൂർ വേണം നമുക്ക് ചാർജ് ചെയ്യാനെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറിനകത്ത് 100% ചാർജ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. കൂടാതെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 5 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റെം ടൈപ്പ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ ഇയർബഡുകളുടെ ഫോട്ടോ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഏറ്റവും പിറകിൽ ബട്ടൺ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ബട്ടൺ അല്ല, ടച്ച് കൺട്രോൾസ് തന്നെയാണ്. നമ്മുടെ റിയൽമി ബഡ്സ് Q2 അല്ലെങ്കിൽ Q2S, ഗോപോർട്സ്, നിയോയുടെ ഒക്കെ പോലത്തെ ഡിസൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഈ ഒരു ഷോർട്ട് സ്റ്റെം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു OnePlus നോട്ട് ബഡ്സിലേക്ക് പോകാവുന്നതാണ്. 12.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ ഓരോ ഇയർബഡുകളിലും 41 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ചാർജ് നമുക്ക് 7 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. 4.82 ഗ്രാംസ് മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി നമ്മുടെ ചെവിയിലേക്ക് വെച്ചാൽ അങ്ങനെ വലിയ ഒരു എന്താ പറയുക ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ഇയർബഡുകൾ ചെവി ഇരിക്കുന്ന ഫീലോ ഉണ്ടാവത്തില്ല. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IP55ന്റെ ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഇനിയൊരു ഇയർബഡിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ക്വാഡ് മൈക്ക് വിത്ത് AI നോയ്സ് റിഡക്ഷൻ ആണ്. അതായത് 2 മൈക്ക് വീതം ഓരോ ഇയർബഡുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. ഏതായാലും നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് പറയാനും പറ്റത്തുള്ളൂ. ഇനി മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഇതിൽ SBC AAC ഉണ്ട്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് നമ്മൾ പാട്ടൊക്കെ കേട്ടാൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടൊക്കെ തന്നെ പാട്ട് കേൾക്കാൻ പറ്റും. ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. പക്ഷേ കുറെ ആൾക്കാർ പറയുന്നതാണ് നമുക്ക് ഇതിനകത്ത് ഈ 3 രൂപ കൊടുത്തിട്ട് ഇതിനകത്ത് HD കോഡക്സ് വരേണ്ടതായിരുന്നു. അതായത് ആപ്റ്റെക്സ് അല്ലെങ്കിൽ LDAC കോഡക് ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നുള്ളത്. EQ മോഡ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് ബേസ് മോഡിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടോ ഏതിലാണെങ്കിലും നമുക്ക് EQ മോഡ്സിൽ നമുക്ക് പറ്റും. ഹേ മെലഡി ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. 94 ms ലോ ലേറ്റൻസിയും നമുക്ക് ഈ ഒരു ഇയർബഡുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗെയിം ഒക്കെ കളിക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 100 ms താഴെയുള്ള ഏതൊരു എന്താ പറയുക ലോ ലേറ്റൻസി ഉള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഗെയിമൊക്കെ അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെറിയ ലാഗ് ഒക്കെ ഫീൽ ചെയ്യുന്നതാണ്. എന്തായാലും 1 വർഷം നമുക്ക് ഇതിന് വാറന്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2799 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയണത് OnePlusന്റെ മൊബൈൽ ഫോണുകളുള്ള പ്രത്യേകിച്ച് നോട്ട് സീരീസ് ഒക്കെ ഇപ്പോൾ വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് തന്നെയാണ്. ഒരു കാര്യം എന്ന് പറയുന്നത് അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് OnePlusന്റെ മൊബൈൽ ഫോണുകളിലാണ് കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നതെന്നുള്ളത്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് OnePlusന്റെ മൊബൈൽ ഫോണുള്ള ഒരാൾ OnePlusന്റെ തന്നെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ബഡ്സ് C2 നോക്കുവാണെങ്കിൽ 4999 ആണ്. ഇനി ഓഫർ സമയത്ത് അത് 4499 രൂപ കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2799 രൂപയ്ക്ക് ഇത് വർത്ത് ബൈയിങ് തന്നെയാണെന്നുള്ളതിൽ വേറെ ഒരു സംശയവുമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് വാങ്ങിക്കണമോ വേണ്ടോ എന്നുള്ളത്. കുറച്ചുകൂടിയൊക്കെ ആയിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് പറയണമെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും ഗെയിമിങ്ങിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും അതെല്ലാം മൈക്ക് ക്വാളിറ്റിയുടെ കാര്യമാണെങ്കിലും ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്പെക്ക് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വർത്ത് ബൈയിങ് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ OnePlus നോട്ട് ബഡ്സിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.